ഒരു പുഞ്ചിരിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? പുഞ്ചിരി ഒരു ആരാധനയായി പോലും കണക്കാക്കപ്പെടുന്നു. നിങ്ങളൊരു ടീച്ചറാണെങ്കിൽ പുഞ്ചിരിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുഖത്തും ആ പുഞ്ചിരി പ്രതിഫലിക്കും. ഒരു ഡോക്ടർ പുഞ്ചിരിച്ചുകൊണ്ടാണ് രോഗികളോട് കാര്യങ്ങൾ തിരക്കുന്നതെങ്കിൽ ആ രോഗികളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. അതുപോലെ നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഓഫീസിലേക്ക് കയറി ചെല്ലുന്നതെങ്കിൽ മറ്റ് സ്റ്റാഫ് അംഗങ്ങളുടെ ജോലി സമ്മർദ്ദം അത് കുറയ്ക്കാനാവും. ഓഫീസിൽ നല്ല ഒരു ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ആ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ബോസിന് തീർച്ചയായും ആവും. ഒരു കച്ചവടക്കാരൻ പുഞ്ചിരിച്ചുകൊണ്ടാണ് അവിടെ വരുന്ന കസ്റ്റമേഴ്സിനോട് സംസാരിക്കുന്നതെങ്കിൽ മിക്കവാറും കസ്റ്റമേഴ്സ് ആ കടയിൽ നിന്ന് തന്നെയായിരിക്കും സാധനങ്ങൾ വാങ്ങാൻ താല്പര്യപ്പെടുക. അതുപോലെ വീട്ടമ്മമാർ പുഞ്ചിരിച്ചുകൊണ്ടാണ് മക്കളോടും ഭർത്താവിനോടും ഒക്കെ ഇടപെടുന്നതെങ്കിൽ ആ വീട്ടിലെ അന്തരീക്ഷം വളരെ ശാന്തവും സുന്ദരവുമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എപ്പോഴും നമ്മുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഫിറ്റ് ചെയ്തുകൊണ്ട് നടക്കുകയാണെങ്കിൽ അത് നമുക്കും അതുപോലെ നമ്മളെ കാണുന്ന മറ്റുള്ളവർക്കും അതുകൊണ്ട് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ നടന്നു പോകുമ്പോൾ അപരിചിതരായ ആളുകളെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ അവരുടെ മുഖത്തും ഒരു സുന്ദരമായ പുഞ്ചിരി വിരിക്കാൻ നമുക്കാകും. പുഞ്ചിരിക്കൂ. പുഞ്ചിരി സന്തോഷത്തിൻ്റെയും നിറവിൻ്റെയും പ്രതീകമാണ്. നിങ്ങളുടെ മനസ്സ് നിറയെ ആത്മസംതൃപ്തി അതുണ്ടാക്കും. നാം പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് കരുതും, നല്ല സന്തോഷമുണ്ടല്ലോ. നമ്മുടെ ചുറ്റും കാണുന്ന ഓരോന്നിൽ നിന്നും സന്തോഷത്തിൻ്റെ ചെറിയ ചെറിയ കണികകൾ നമുക്ക് ശേഖരിക്കാനാവും. അത് നമ്മുടെ മനസ്സിലെ നിഷേധാത്മകമായ ചിന്തകളെ അകറ്റും. എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ആ പുഞ്ചിരി നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് കൂട്ടുകാരെ, പുഞ്ചിരിക്കൂ, പുഞ്ചിരിച്ചു കൊണ്ടേയിരിക്കൂ. മനുഷ്യന് മാത്രം ദൈവം തന്ന ഒരു അനുഗ്രഹമാണ് പുഞ്ചിരി. നമുക്കറിയാം, നമ്മുടെ ജീവിതം നൈമിഷികമാണ്. നമ്മുടെ പുഞ്ചിരിക്ക് ഒരു മെഴുകുതിരി നാളം പോലെ മറ്റുള്ളവരുടെ മനസ്സിലും പ്രകാശം പരത്താനും സന്തോഷം നൽകാനും കഴിയുകയാണെങ്കിൽ അത് തന്നെ വലിയൊരു പുണ്യമല്ലേ. നന്ദി, നമസ്കാരം.